ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള PVC പൈപ്പ് എടുക്കണം. PVC പൈപ്പ് എടുക്കുമ്പോൾ ഈ കാണുന്ന ബാറ്ററി നമുക്ക് ഇതിനുള്ളിൽ കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന രീതിയിലായിരിക്കണം. ഈ ബാറ്ററിയുടെ അളവ് നമുക്ക് ഇതിനകത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആക്സോ ബ്ലേഡ് നമുക്കൊരു പ്രത്യേക ഷേപ്പിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കാണാം. ഇതേപോലെ. മറ്റേത് ഒടിഞ്ഞു പോയത് കാരണം വേറൊരു സാധനം ഹോള് ഉള്ളത് നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആക്റ്റീവ സ്കൂട്ടറിൻ്റെയൊക്കെ റിട്ടേൺ സ്പ്രിങ് എടുക്കുക. നമുക്ക് ഇതേപോലെ സെറ്റാക്കിയിട്ട് ഒരു വയർ ഇങ്ങനെ പിരിച്ചെടുക്കണം. രണ്ടിലും പിരിച്ച് വെക്കണം. രണ്ടിലും ഹോളുള്ളതുകൊണ്ട് രണ്ടിലും പിരിച്ച് വെക്കണം. MC ഉപയോഗിച്ച് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കുന്ന രീതി വീഡിയോ ഡിലീറ്റ് ആയി പോയത് കാരണം ഇടാൻ പറ്റിയില്ല. ഇങ്ങനെ ബാറ്ററി വെച്ചതിന് ശേഷം നമുക്ക് MC അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ തള്ളി അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്ന സ്പ്രിങ്ങിൽ ബ്ലാക്ക് വയറും ബ്ലേഡിൽ റെഡ് വയറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവും നെഗറ്റീവും. ഇനി നമുക്ക് ഈ വയറുകളുടെ സ്ലീവ് കളഞ്ഞെടുക്കണം. ഇവിടെ TP4056ൻ്റെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മളൊരു സെറ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ വിലക്കുറവ് കിട്ടും. ഒരു 40 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. ഇത് നമുക്ക് സോൾഡർ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് സീൽ ചെയ്യാം. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റണം. ആ കാണുന്ന ബോർഡിൽ കണക്ഷൻ കൊടുക്കുന്നത് റെഡ് B+ലും ബ്ലാക്ക് B-ലുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളത് ഫുള്ള് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് പെയിൻ്റ് അടിക്കണം. അപ്പം ഉള്ളിൽ പൈപ്പ് കവറൊക്കെ വെച്ചിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. ചാർജിന് കുത്തി കഴിയുമ്പോൾ റെഡും, ബാറ്ററി ഇല്ലാത്ത പക്ഷം അത് നീലയായിട്ട് കാണിക്കും. ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ നീല കത്തി കിടക്കും. നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഹോളുകൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആ ബോർഡിൻ്റെ ഉള്ളിൽ ഹീറ്റായി കഴിഞ്ഞാൽ അത് ഹീറ്റ് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പോരാതെ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റ് കാണുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ. താങ്ക്സ് ഫോർ വാച്ചിങ്.